സോഷ്യൽ മീഡിയയിലെന്നും തരംഗമായി നിൽക്കുന്ന ഒരു പേരാണ് ആറാട്ടണ്ണൻ. മോഹൻലാലിൻ്റെ കടുത്ത ആരാധകനായി രംഗപ്രവേശനം ചെയ്ത ആറാട്ടണ്ണൻ ഇപ്പോൾ പല വിവാദങ്ങളിലും പെടുന്നത് സ്ഥിരം ഏർപ്പാടായി മാറിയിട്ടുണ്ട്. പീഡന പരാതികൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ ആറാട്ടണ്ണൻ്റെ സ്ഥിതി? സോഷ്യൽ മീഡിയയിൽ ആറാട്ടണ്ണൻ്റെ സ്ഥിതി ഒന്നും വ്യത്യസ്തമല്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഒരു സിനിമാ ആസ്വാദകൻ, സിനിമാ നിരൂപകൻ എന്ന ലേബലിൽ വന്ന ആറാട്ടണ്ണൻ ഇപ്പോൾ പരിഹാസപാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആറാട്ടണ്ണനെ അങ്ങനെ പരിഹാസപാത്രമാക്കാൻ ധാരാളം ഓൺലൈൻ മാധ്യമങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓൺലൈൻ മാധ്യമങ്ങളെന്ന് ഞാനവരെ വിളിക്കില്ല, കാരണം അവർ യൂട്യൂബേഴ്സാണ്. മനസ്സിലായില്ലേ? ഓൺലൈൻ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലൈൻ മാധ്യമങ്ങളെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്ന, കൃത്യമായിട്ട് നമ്മളെപ്പോലെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് സമൂഹത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള, സമൂഹത്തെ ഒരു വാർത്ത അതിൻ്റെ നെല്ലും പതിര് തിരിച്ച് അവതരിപ്പിക്കാൻ കഴിവുള്ള, അതിന് തണ്ടും ത്രാണിയുമുള്ള ആണ് ഓൺലൈൻ മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഓൺലൈൻ മാധ്യമങ്ങളല്ല, ഇവർ യൂട്യൂബേഴ്സാണ്. അതായത് അവിടെയുള്ള ആൾക്കാർക്ക് അവരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ അതിന് റീച്ച് കിട്ടാനാണ് കയ്യിലൊരു മൊബൈലും ഒരു ലേപ്പലും കൊണ്ടിറങ്ങുന്ന ആൾക്കാർ. അങ്ങനെ ഒരു മീഡിയയ്ക്ക് വലിയ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, അറിയാലോ, നമ്മുടെ എറണാകുളത്ത്. അതായത് ദ്വയാർത്ഥത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവർ ചോദിക്കുന്നത് എല്ലാവരോടും. അപ്പോൾ ഈ ആറാട്ടണ്ണനെ വളർത്തിവിടുന്നത് ഇവരാണ്. ആറാട്ടണ്ണനെ മാത്രമല്ല, വനിത അങ്ങനെയാണെന്ന് തോന്നുന്നു തിയേറ്ററിൻ്റെ പേര്, വനിത അങ്ങനെ ആ തിയേറ്ററിൽ, എറണാകുളത്തുള്ള ആ തിയേറ്ററിൽ എല്ലാ വെള്ളിയാഴ്ചയും ഒരു മാനസിക രോഗി ജന്മം കൊള്ളുന്നു എന്നാണ് ഇവരൊക്കെ പറയുന്നത്. സത്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ യൂട്യൂബേഴ്സൊക്കെ അവിടെ ഇവരുടെ ഏരിയയാണ് ഈ മാനസിക രോഗി എന്ന് പറയുന്നത്. ഇപ്പോൾ കങ്കുവ റിലീസായപ്പോഴും ഒരു മാനസിക രോഗി അവിടെ വാളൊക്കെ ആയിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പോൾ ഇതിന് തുടക്കം കുറിച്ചത് ആറാട്ടണ്ണനാണ്. ആറാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ അയാൾ മോഹൻലാലിൻ്റെ ഒരു ഇത്തരത്തിലുള്ള ആൾക്കാർ ഈ പബ്ലിസിറ്റി ഫേമസ് ആവില്ല. അപ്പോൾ ആറാട്ടണ്ണൻ അവിടെ പോയി പറയും നിങ്ങളുടെ എല്ലാം മുൻഗാമി ഞാനാണ്. അത് ആറാട്ടണ്ണൻ ഒരു ആക്സിഡൻ്റൽ അണ്ണനായിരുന്നു. ആറാട്ടണ്ണനല്ല, ഹീസ് ആൻ ആക്സിഡൻ്റൽ അണ്ണൻ. കാരണം അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം മോഹൻലാലിൻ്റെ ആറാട്ടം എന്ന് പറയുന്ന സിനിമ കണ്ട് ത്രില്ലടിച്ച് പുറത്തിറങ്ങിയപ്പോൾ നാട്ടുകാർ മൊത്തം നെഗറ്റീവ് റിവ്യൂ പറയുന്നു അതിന്. അപ്പോൾ അദ്ദേഹം ചാടി വീണിട്ട് അദ്ദേഹം പറഞ്ഞു ആക്ഷൻ ഉണ്ട്, ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ലവ് ഉണ്ട്, എല്ലാം ഉണ്ട്, ഇത് നെഗറ്റീവ് ക്യാമ്പയിനാണ് എന്ന് പറഞ്ഞു. അത്രമാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. അതോടുകൂടി അദ്ദേഹത്തിനൊരു പേരുമായി, അദ്ദേഹം എന്താണ് കേരളം മുഴുവൻ അങ്ങ് ഫേമസുമായി. അങ്ങനെയാണ് ആറാട്ടണ്ണൻ ജന്മം കൊള്ളുന്നത്. പക്ഷേ ഈ ആറാട്ടണ്ണൻ്റെ റിവ്യൂ ഒക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ആറാട്ടണ്ണൻ പറയുന്നതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആയിരിക്കും സിനിമ. ആറാട്ടണ്ണൻ നെഗറ്റീവ് പറയില്ല. ആറാട്ടണ്ണൻ നെഗറ്റീവ് പറയത്തില്ല. ഇപ്പോൾ പോസിറ്റീവ് സിനിമകൾക്ക് ആറാട്ടണ്ണൻ നെഗറ്റീവ് പറയും. ഇപ്പോൾ ജയിലറൊക്കെ കണ്ടിട്ട് ആറാട്ടണ്ണൻ പറഞ്ഞത് ജയിലർ അത്ര പോരാ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ തൊട്ടടുത്ത് വേറൊരുത്തം വന്ന് നിന്നിട്ട് ആറാട്ടണ്ണനോട് ചോദിച്ചു നീ കണ്ടോ പടം? അപ്പോൾ പറഞ്ഞ ആറാട്ടണ്ണൻ പറഞ്ഞു വെറുതെ വഴക്കടിക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. ഉടനെ ആ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പേരായി ജയിലറാണ് അടുത്ത മാനസിക രോഗി. അങ്ങനെ കുറേ മാനസിക രോഗികൾ ഇറങ്ങുന്നുണ്ട്. പിന്നെ വേറൊരു മാനസിക രോഗി അലൻ ജോസ് പെരേര. അവനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവനെ ഇപ്പോൾ മമ്മൂട്ടി ഫാൻസ് ഓടിച്ചിട്ട് അടിക്കും എന്നുള്ളൊരു ലെവലിലെത്തിയപ്പോൾ അവൻ ഒതുങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അടി കിട്ടിയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ആറാട്ടണ്ണൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ഇയാൾ ഈ സ്ത്രീകളോട് ആറാട്ടണ്ണൻ്റെ സമീപനം വളരെ മോശമാണ്. അതെനിക്ക് ആറാട്ടണ്ണൻ ഇത് കാണുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ആറാട്ടണ്ണൻ ഇതൊരു കുറ്റമായിട്ട് കാണണ്ട. ആറാട്ടണ്ണൻ്റെ ആ ഒരു ഇത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്താൽ മതി, അല്ലേ? സ്ത്രീകളോട് ആറാട്ടണ്ണന് ബഹുമാനമാണെന്ന് നമുക്കറിയാം. പക്ഷേ ആറാട്ടണ്ണൻ സ്ത്രീകളോട് പെരുമാറുന്ന രീതി അത് ശരിയല്ല. ആറാട്ടണ്ണൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് അതെല്ലാം പുറത്തു വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആറാട്ടണ്ണൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ഒരു കാര്യമാണ്, പക്ഷേ അദ്ദേഹത്തിന് അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. സ്ത്രീ അമ്മയാണ്, അബലയാണ്, തബലയാണെന്നൊന്നും പറയണ്ട. പക്ഷേ അദ്ദേഹം ആർട്ടിക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ ഇപ്പോൾ നമ്മുടെ ഒരു നടി മമത ബൈജുവിനെ കുറിച്ച് ആറാട്ടണ്ണൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മമത ബൈജു വളരെ നല്ല രീതിയിൽ അഭിനയിക്കുന്നതാണ്. മമത ബൈജുവിൻ്റെ നവരസങ്ങൾ ഒക്കെ ചെയ്യുന്നത് പൊളിയാണ്. പിന്നെ മമത ബൈജു ഇത്ര പ്രായമുള്ളത് കൊണ്ട് തന്നെ ഇനി ഉയരങ്ങളെത്താൻ സാധിക്കും. പിന്നെ തെന്നിന്ത്യയിൽ ഒക്കെ പോകാനായിട്ട് സാധിക്കും. നല്ല ലുക്കാണ്, നല്ല ഗ്ലാമറാണ്, നല്ല ഹാൻസമാണ്. ഒരുപാട് ആൾക്കാരുടെ ക്രഷ് ആവാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ട്. ഒരുപാട് നടന്മാർ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ പോലെ ആറാട്ടണ്ണൻ തുടങ്ങുന്ന മമത ബൈജു ഷെക്ഷിയാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നതിന്. മനസ്സിലല്ലേ? അപ്പം അത് ശരിയല്ല. എല്ലാവരോടും പ്രണയമാണ് ആറാട്ടണ്ണൻ.
ആറാട്ടണ്ണൻ ഇപ്പോൾ ഐശ്വര്യ ലക്ഷ്മിയോട് കൈ കൊടുക്കാനായിട്ട് പോയി. ഐശ്വര്യ ലക്ഷ്മി എന്തോ ഒരു പ്രൊമോഷൻ ഇവിടെ ആ തിയേറ്ററിൽ തന്നെയാണെന്ന്. അവിടെ ഇയാൾ ചുറ്റും വന്ന് ഇങ്ങനെ കറങ്ങും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ബാഹുബലി ഒരുത്തൻ്റെ തല വെട്ടാൻ പോകുന്നതിന് മുമ്പേ ഇങ്ങനെ അപ്പുറം ഇപ്പുറം നടക്കൂലേ, അങ്ങനെ നടന്നിട്ട് അവനെ നോക്കുമ്പോൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കും. അതുപോലെ ഇയാൾ ചുറ്റും വന്ന് ഇങ്ങനെ കറങ്ങും. ഇങ്ങനെ കറങ്ങിയിട്ട് ഇയാൾ പിന്നെ തോളിൽ തട്ടും കേട്ടോ. ആറാട്ടണ്ണൻ ഇത് കാണുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നത് തോളിൽ തട്ടരുത്. ഇപ്പം നന്ദു എന്ന് പറയുന്ന ഒരു സിനിമ നടന്നത്, അയാൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ വന്ന് തോളി തട്ടുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അയാൾ കാരണം വിട്ടു വയ്ക്കി അടിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. അതങ്ങനെ ചെയ്യരുത്. അത് കാരണം അത് മോശമായിട്ടുള്ളൊരു കാര്യമാണ്. തോളി തട്ടരുത്. കാരണം നമ്മൾ ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശരീരത്തിൽ തൊടാനോ ഒന്നും പാടില്ല. ധർമ്മജൻ്റെ തോളി തട്ടുന്ന കണ്ടു. അതുപോലെ ഐശ്വര്യ ലക്ഷ്മിക്ക് കൈ കൊടുക്കാനായിട്ട് പോയപ്പോൾ ഐശ്വര്യ ലക്ഷ്മി മൈൻഡ് പോലും ചെയ്യാതെ ഓടി പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. പക്ഷേ ആറാട്ടണ്ണൻ്റെ വിശദീകരണം വന്നിട്ടുണ്ട്. ഐശ്വര്യ ലക്ഷ്മി എനിക്ക് ഇതിന് മുമ്പ് 2 തവണ കൈ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണ അത് കരിവാക്കണ്ട. മൂന്നാമത്തെ തവണയാണ് ഇത് കൈ കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ആറാട്ടണ്ണൻ ഫാൻസ് ഘടകം, ഇന്ന ഘടകം, നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ സംയമനം പാലിക്കണം, ആരാധകരെ ശാന്തരാഘവൻ എന്നാണ് ആറാട്ടണ്ണൻ പറയുന്നത്. അപ്പോൾ ഇതിൽ വലിയ രീതിയിൽ നമ്മുടെ മനോരമ ഒരു ലേഖനമൊക്കെ അടിച്ചിട്ടുണ്ട്. എല്ലാ ഷേക്ക് ഹാൻഡും നിഷ്കളങ്കമല്ല, തിരിച്ചു കൊടുക്കേണ്ടതുമില്ല. ഇന്നത്തെ മനോരമയിലെ ലേഖനമാണ്. എല്ലാ ഷേക്ക് ഹാൻഡും നിഷ്കളങ്കമല്ല, തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഹെഡ്ലൈൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഞരമ്പ് രോഗികളും ഉണ്ടെന്നാണ് നമ്മുടെ സമൂഹത്തിൽ. മനോരമ ആറാട്ടണ്ണൻ ഒരു ഞരമ്പ് രോഗിയായിട്ട് ചിത്രീകരിച്ചതാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായിരുന്നാലും ആറാട്ടണ്ണൻ ആ ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഭയങ്കര വൈറലാണ്, ആറാട്ടണ്ണൻ്റെ ഈ ഒരു വീഡിയോ. പിന്നെ ഈ ഇടയ്ക്ക് ആറാട്ടണ്ണൻ കാറൊക്കെ എടുത്തു എന്ന് തോന്നുന്നു. പക്ഷേ ഈ മനുഷ്യനെ കോമാളിയാക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് വേറൊരു വസ്തുത എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഇതായിരുന്നാലും എന്താ ഈ ഓൺലൈൻ മാധ്യമങ്ങളായിരുന്നാലും ഇയാളെ ഓൺലൈൻ ഇൻ്റർവ്യൂസിന് വിളിക്കുന്ന ആൾക്കാരായിരുന്നാലും അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഈ ആറാട്ടണ്ണനെ കോമാളിയായിട്ട് ഒരു ചിത്രീകരിക്കാനാണ് ഏറ്റവും. ആറാട്ടണ്ണൻ പറയുന്നത് താൻ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് അത് ഇതൊക്കെ ആറാട്ടണ്ണൻ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് വേറൊരു കാര്യം. ഈ ഒരിക്കലും നമ്മുടെ ലൈഫ് ഓഡിറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ അനുവദിക്കുകയും ചെയ്യരുത്. ലൈഫിൽ ഒരു പ്രൈവസി എപ്പോഴും വളരെ അത്യാവശ്യമാണ്. ലൈഫിൽ നിങ്ങൾ പോകുന്ന സ്ഥലം, നിങ്ങൾ വരുന്ന സ്ഥലം, നിങ്ങൾ കാണുന്ന സിനിമ, ഐ ആം ട്രാവലിംഗ് ടു മൂന്നാർ, ഐ ആം ട്രാവലിംഗ് ടു റഷ്യ, ഐ ആം ട്രാവലിംഗ് ടു ഉസ്ബെക്കിസ്ഥാൻ, എന്തിനാണിത്? നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്യുന്നു. രാവിലെ എണീക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ, ഉച്ചയ്ക്കുള്ള ഫോട്ടോ, വൈകുന്നേരമുള്ള ഫോട്ടോ. ഇത് പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത് കൊണ്ടാണ്, നിങ്ങൾക്കൊരു അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ടാണ്. അത് നിങ്ങൾ വല്ല സൈക്കോളജിസ്റ്റിനോ കണ്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആ മൊബൈൽ ഓഫ് ചെയ്തിട്ട് നിങ്ങൾ വല്ല പാർക്കിലോ ബീച്ചിലോ ചെന്നിരിക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ ചെയ്യും. നിങ്ങൾ പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിനും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്തുണ്ടാക്കൂ. അതാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ ശ്രീത്തെ, നമ്മളിപ്പോൾ ഈ വാർത്ത ചെയ്യുമ്പോൾ 100 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100 പേർക്ക് 100 കമൻ്റ് ആയിരിക്കും. ഈ 100 കമൻറ്റിൽ ഓരോ കമൻറ്റിനനുസരിച്ച് ഓരോ കമൻറ്റും ഓരോ നിർദ്ദേശങ്ങളായിരിക്കും. ആ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 100 വീഡിയോ ചെയ്യേണ്ടി വരും ഈ വിഷയത്തിൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഓഡിറ്റിങ്ങിന് സോഷ്യൽ മീഡിയ ഒരിക്കലും നമ്മുടെ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാൻ അനുവദിക്കരുത്. നമ്മുടെ ജീവിതം അത് ആറാട്ടണ്ണൻ്റെ കൈവിട്ട് പോയിരിക്കുകയാണ്. ആറാട്ടണ്ണൻ തിരിച്ചു പിടിക്കുമെന്ന പ്രതീക്ഷയോടെ മുൻനിർത്താം.